ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റോസ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. അതേസമയം ഇതൊരു പുതുമയാർന്ന രുചി തന്നെയായിരിക്കും. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാ കേക്ക് റെസിപ്പി പോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും വളരെ പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ വിനീഗറോ 1 ടീസ്പൂൺ വിനീഗറോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ ബാറ്റർ ചെയ്തെടുക്കുന്നതിൻ്റെ അവസാനം ചേർത്ത് കൊടുത്താലും മതി. ബേക്കിംഗ് പൗഡർ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ 1 തവണ അരിച്ചെടുത്തതിന് ശേഷം ഞാനിത് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ എന്തായാലും ഏത് കേക്ക് റെസിപ്പി ചെയ്തെടുക്കുകയാണെങ്കിലും നമ്മൾ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് നമ്മുടെ കേക്ക് നല്ലതുപോലെ പൊങ്ങി വരാനും സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊരു തവണ അരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള മുട്ട എടുക്കണം. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ മുട്ട ചേർക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് തൈര് എടുക്കാം. നമുക്ക് അധികം പുളിയില്ലാതെ തൈര് എടുക്കാം. അതൊരു 1/2 കപ്പ് തൈര് എടുക്കാം, അല്ലെങ്കിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് തൈരൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മിക്സിയിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം എന്നില്ല. അപ്പം മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് അളവിൽ ഞാൻ ബട്ടർ ഉരുക്കിയത് ചേർക്കുന്നുണ്ട്. ബട്ടർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായിരുന്നാലും മതി. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹൈ സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്താൽ ഇതേ ഒരു പരുവായിട്ട് കിട്ടും. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാല് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ചൂടുള്ള പാലാണ്, ഒരു ചെറിയ ചൂടുള്ള പാലാണ്. അത് നമുക്ക് ഒരു 1/4 കപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഈ കേക്കിൻ്റെ മെയിൻ താരമായ റോസ് സിറപ്പാണ്. റോസ് സിറപ്പ് അഥവാ റൂഹഫ്സ എന്ന് നമ്മൾ പറയും. അതാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതാണ് റൂഹഫ്സൻ്റെ ബോട്ടിൽ. ഇത് ഇവിടെ കിട്ടുന്ന ബോട്ടിലാണ്. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ വേറെ ബ്രാൻഡായിരിക്കും. ഇതുപോലെ വലിയ ബോട്ടിലായിട്ടാവും കിട്ടുക. നമുക്ക് ഒരുപാട് കാലം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് നല്ല റിഫ്രഷിംഗ് ആണ്. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാം, ഇതുപോലെ കേക്ക് ഉണ്ടാക്കാം. നല്ല നല്ല ബെനിഫിറ്റുള്ള ഒരു കിഡിലൻ സിറപ്പാണിത്. നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഇത് എന്തായാലും മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് റെസിപ്പീസ് ഇതുമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ റോസ് സിറപ്പ് 1/4 കപ്പ് അളവിലെടുത്തിട്ട് നമ്മുടെ മുട്ടേൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു റോസ് സിറപ്പിന്. മാത്രമല്ല ഇതിൻ്റെ ഫ്ലേവർ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളിത് കിട്ടുവാണെങ്കിൽ എന്തായാലും മേടിച്ചു വെക്കണം. ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിങ്ക് കളർ ചേർക്കണം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇത് നിർബന്ധമില്ല ചേർക്കണമെന്ന്. ഞാൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നു എന്ന് മാത്രം. നമ്മൾ റൂഹഫ്സ ചേർക്കുമ്പോൾ ഓൾറെഡി ഒരു പിങ്ക് കളർ ഉണ്ട്. പക്ഷേ അത് ബേക്കായി വന്നാൽ ഒരു പക്ഷേ അത് കളറ്
ചേഞ്ച് ആകും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഒരല്പം കൂടി പിങ്ക് കളർ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ ഈ ടൈമിലാണ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. കാരണം ഈ കേക്ക് ബാറ്റർ കൂടുതലുണ്ട്, അപ്പോൾ അത് പൊങ്ങി വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൈമിലൊക്കെ ഞാൻ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരല്പം കുറഞ്ഞ തീയിലാണ് ഞാനിത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലുള്ള എയർ ബബിൾസ് പോയതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം 40 മിനിറ്റ് ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴേക്കും ഒന്ന് റെഡി ആകും. അപ്പോൾ നിങ്ങളൊരു 35 മിനിറ്റ് ആയാലും ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് കുത്തി നോക്കുക, കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ കേക്ക് ഇങ്ങനെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലിന് കേക്കാണിത്. നമുക്ക് ക്രീം വേണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് കഴിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും പിന്നെ ഇതാ 1 ടീസ്പൂൺ അളവിൽ ഞാൻ റൂഹഫ്സ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് റോസ് സിറപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ റൂഹഫ്സ ഉണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ആ ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരു കറക്റ്റായിട്ടൊരു ലെവല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ക്രീം ഞാൻ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ മിക്സി വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ 2-3 വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് പോയിട്ട് കണ്ടാലും മതി. അപ്പോൾ ഈ കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്ലെച്ചസ് കേക്ക് പോലെ നല്ല ജ്യൂസി ആയിട്ടുള്ള സ്പഞ്ച് ആയിരിക്കും. അതാണ് ഈ കേക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം അത്രയും ഷുഗർ സിറപ്പ് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഒരുവിധം കവർ ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മുടെ കേക്കിൻ്റെ പൊടിയാണ്. അത് നമ്മൾ റെഡ് വെൽവെറ്റ് ഒക്കെ ചെയ്തെടുക്കുന്ന പോലെ ഞാൻ സൈഡിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. യാതൊരു നിർബന്ധവും ഇല്ല. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തു കൊടുത്തതിന് ശേഷം ഒരല്പം പിസ്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ് സിറപ്പും കൂടി ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് കൂടി വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ കേക്ക് റെസിപ്പിയാണിത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.